നമുക്ക് വരാം. ഇവിടെ ഇറങ്ങി എത്തിച്ചാലോ കറക്കലട കറക്കില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് കഴിഞ്ഞില്ല. നമ്മൾ യൂസ് ചെയ്ത പോലെ ചെയറൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെറുതരക്ക് കൊടുത്തില്ലല്ലേ? അതൊക്കെ ഒരു കട്ടനും വേണ്ടിയില്ലടാ. എന്റെ ചെറിയ ചെറിയ കംപ്ലൈന്റ് ശ്രദ്ധിച്ചായി. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം രണ്ടാമതും ഒരു കാർ പോഡ്കാസ്റ്റ് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത്. അപ്പം ഇത് നമ്മൾ ഏകദേശം ഒരുപാട് സമയങ്ങളിൽ ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് ഡിലേ ആയി അവസാനം അത് കറക്റ്റ് സമയത്ത് തുടങ്ങേണ്ട സമയത്ത് നമുക്ക് തുടങ്ങാൻ പറ്റി. അപ്പോൾ ഞാനിത് കൂടുതലൊന്നും പറയുന്നില്ല. ഇത് മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്തത് നിഹാലാണ്. എല്ലാരും കൂടി ആണെങ്കിലും അതിന്റെ ഒരു ചുക്കാൻ പിടിച്ചത് നിഹാലാണ്. അപ്പോ നിഹാൽ തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെ. ബാക്കി നമുക്ക് ഇങ്ങനെ പറഞ്ഞു രാജു പറഞ്ഞ പോലെ കുറെ മുന്നേ നമ്മള് പ്ലാൻ ചെയ്യാൻ ഒരു പോഡ്കാസ്റ്റ് ആണ് മുർഷിദ് ബാൻഡിലോസിന്റെ. അപ്പോ എന്താ വെച്ചാല് കൊറേ ആളെ തിരക്കൊണ്ടും അങ്ങനെ ഓരോ റീസൺ കാരണം നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താ അറിയില്ല, നമ്മളിപ്പം റീസെന്റ് ഒരു സൂപ്പർ ക്രോസ് ഇവന്റ് നടന്നപ്പോ നമ്മളൊന്നും കൂടി മുർഷിദിലോട്ട് എത്തി. കാരണം പെട്ടെന്ന് ചെയ്യണം. പക്ഷെ എന്തുകൊണ്ടോ അതും നമുക്ക് പറ്റില്ല. പിന്നെ നമുക്ക് പറ്റിയത് ആഫ്റ്റർ സൂപ്പർ ക്രോസ് ഈവന്റിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്ത് ഈ പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം മുർഷിദ് ബാൻഡിലോസ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ. ഓക്കെ, അങ്ങനെ നമ്മള് എന്ത് ചെയ്ത് മുർഷിദായിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ച് ഫൈനലി നമുക്കൊരു സ്ഥലം കിട്ടി. അല്ല, ഫൈനലി നമുക്കൊരു ഡേറ്റ് കിട്ടി. ഇതില് കുറച്ച് കാര്യങ്ങൾ തുടക്കത്തില് പറയേണ്ടതുണ്ട്. ഇത് സംഭവം ഒരു കൊല്ലത്തിന്റെ മുമ്പാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ട ഗസ്റ്റുകളുടെ ഒരു ലിസ്റ്റ് നമുക്കൊരു ഇതുണ്ട്. പിന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെക്കുന്ന രസാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ അതിൽ ഈ വർക്ക് ഫ്ലോ ഒക്കെ മാനേജ് ചെയ്യുന്നതാണ്. നല്ല അടിപൊളിയാണ്. നിങ്ങൾ കമ്പനീസൊക്കെ പ്രത്യേകിച്ച് പിന്നെ ഓപ്പറേഷൻസിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ മുർഷിദ് ബാൻഡിലോസ് ഉണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് മുർഷിദിനെ അറിഞ്ഞൂടായിരുന്നു. പക്ഷെ എന്നോട് ഇത് ആരാണെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ പൊതുവെ നമ്മൾ അറിയുന്ന ഗസ്റ്റുകൾ അല്ലെങ്കിൽ ഓൾറെഡി കണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ഗസ്റ്റുകളായിരിക്കും. പക്ഷെ എന്നോട് വെച്ചത് ആരാണ് എനിക്കറിയില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്ക്, യൂട്യൂബിൽ അടിച്ചു നോക്ക്, ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചു നോക്കുന്നു പറഞ്ഞു. അപ്പോഴാണ് ഇത് മനസ്സിലായത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ മൂപ്പര് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒക്കെ നോക്കുമ്പോൾ നാട്ടിലുണ്ടാവില്ല. അപ്പൊ തന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്യലില്ല. കോണ്ടാക്ട് ചെയ്യാനൊക്കെ തുടങ്ങി അതിന് ശേഷമാണ്. അപ്പം ഈ പിന്നീട് നമ്മളിങ്ങനെ മൂപ്പര് സംസാരിച്ചപ്പോഴാണ് മൂപ്പര് പറഞ്ഞത് ഇങ്ങനെ ഒരു കോഴിക്കോട്ട് ഒരു വലിയ ഇവന്റ് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഇവന്റ് വരുന്നുണ്ട്. അപ്പം സൽമാൻ ഖാൻ അയക്കുന്നൊക്കെ മൂപ്പര് നമ്മളോട് അന്ന് പറഞ്ഞിരുന്നു ഒക്കെ. അപ്പോൾ അതിനുശേഷം ആ ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട് മൂപ്പര് അതിന്റെ പ്രൊമോഷനും അല്ലെങ്കിൽ അതിന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് മൂപ്പര് ബിസി ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതില് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ ഇയാളോട് പറഞ്ഞ് ഈ ഇത് ഫുള്ള് അല്ലേ. കാരണം എന്താ വെച്ചാൽ ഒന്ന് ഈ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇതധികം എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ തന്നെയാണ് അതിൽ ഏറ്റവും ബെറ്റർ. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതായാലും അത് കണ്ടന്റ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിലൊക്കെ. പിന്നെ നമ്മളിതിന് മുന്നേ ചെയ്തോണ്ട് എല്ലാവർക്കും ഒരു ചെറിയൊരു ധാരണ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നല്ല. പ്രൊഡക്ഷൻ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. മാത്രല്ല പിന്നെ നമുക്ക് പ്രത്യേകം നമുക്ക് പറയാനുള്ളത് വെച്ചാല് നമ്മള് സ്ഥലം നമ്മൾ ചൂസ് ചെയ്ത്. അപ്പൊ മുർഷിദ് ബാൻഡിലോസ് നമ്മോട് ഒരു സ്ഥലം പറഞ്ഞു. ആ സ്ഥലം നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലം നമുക്ക് കിട്ടിയത് അറേഞ്ച് ചെയ്ത് തന്നതും അതൊക്കെ നമ്മളെ കാശ്മീർ കുന്ന് ക്രിയേറ്റർ ഗ്രൂപ്പിന്റെ ടീമാണ്. അപ്പം അത് വലിയൊരു സംഭവം. കാരണം ഈ ഒരു പോഡ്കാസ്റ്റിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം നമുക്ക് കിട്ടി. ഇപ്പൊ നമ്മള് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ്. ഇപ്പൊ നമ്മള് അങ്ങനെ തന്നെയാണ്. നമ്മള് കാറിനിരുന്ന് സംസാരിക്കുന്നതും ഈ കാശ്മീർ കുന്ന് പറഞ്ഞ ഈ സ്ഥലത്താണ്. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഒരു മോട്ടോർ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു അഡ്വഞ്ചർ പ്ലേസ് ഭയങ്കര
അതുകൊണ്ടാണ് നമുക്കത് എക്സ്ട്രാ ഈ സാധനം നമ്മൾ ആഡ് ചെയ്യാൻ പറ്റി. ആ അതെ സ്കിഡ് ചെയ്യുന്നു. അതെ അതെ. അതെ. ബാക്കി നമുക്ക് ഇറങ്ങിയിട്ട് സംസാരിക്കാം. അപ്പം രാജി നമുക്ക് കുറച്ച് ഇരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അന്ന് നമ്മൾ യൂസ് ചെയ്ത പോലെ ചെയറൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെറുതിരക്ക് കൊടുത്തില്ലല്ലേ? അതൊക്കെ കിടന്നോട്ടെ, പറയൂ. ചെയറൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അല്ല നമുക്ക് ഇവിടെ ഇരിക്കാം. ഒരു കട്ടനും വേണ്ടിനല്ലടാ. എന്റെ ചെയറിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചായി. പിന്നെ നമ്മൾ ഇതുവരെ ചെയ്യാത്ത കുറച്ച് സംഭവങ്ങൾ അതിൽ ആഡ് ചെയ്തു. ഒന്ന് ഡ്രോൺ ഷൂട്ട് ആഡ് ചെയ്ത്. ഈ ഡ്രോൺ ഷൂട്ട് എന്ന് പറഞ്ഞ കാര്യം എന്റെ മൈൻഡിൽ ഡ്രോൺ ഷൂട്ട് ഇല്ല. ഇതൊക്കെ ഒരു ഗസ്റ്റ് തന്നെ എന്നോട് എന്ത് ചെയ്ത് പ്രിഫർ ചെയ്ത്. കാരണം ഞാനേ നമുക്കൊരു ഡ്രോൺ ഷൂട്ടൊക്കെ ആഡ് ചെയ്ത് കേരളത്തിൽ ഇതുവരെ ആരും ചെയ്യാത്തൊരു പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് ആളെന്നെ പറഞ്ഞോണ്ട് എനിക്കും ഒരു ഇൻട്രസ്റ്റ് ആണ്. അന്ന് തന്നെ ഷാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഷാൻ ഇങ്ങനെയൊക്കെ ഉണ്ട്, മുർഷി ഇങ്ങനെയൊക്കെ പറഞ്ഞേ, ഷാന് ഡ്രോണോ നമ്മൾ പോരെ നോക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, മുർഷിദ് അങ്ങനെ പറഞ്ഞേ നമുക്ക് എന്തായാലും എനിക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പൊ എന്നാ ഓക്കെ ഞാൻ പറഞ്ഞു എന്റെ ഇഷ്ടം എന്ത് ചെയ്തു പറഞ്ഞു. പക്ഷെ നമ്മള് ഡ്രോൺ ആദ്യേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, സാധനം പ്ലാനിലുണ്ട്. ബട്ട് ഇങ്ങനത്തെ ഒരു ഷൂട്ടിന് ഏറ്റവും ഡ്രോൺ അടിപൊളിയുണ്ട്. അതെ, അതില് ആ ട്രെയിലറിലും ട്രെയിലറിലൊക്കെ കാണിച്ച തുടക്കത്തിലുള്ള ഒരു സാധനം ഉണ്ട്, ഇങ്ങനെ കാറ് റൗണ്ട് അടിച്ച് കിട്ടാന്ന്. അതൊക്കെ ശരിക്കും നമ്മൾ ആ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ ആ ഷൂട്ടിൻ്റെ ക്വാളിറ്റി ശരിക്കും ഒരു സിനിമ കണ്ട ഫീൽ ചെയ്യുന്നു നമുക്കാർ. അങ്ങനെയല്ല സിനിമ ആയിന്നൊന്നും ഞാൻ പറയൂല, പക്ഷെ എന്നാലും ആ ഒരു ബിഗ് സ്ക്രീനിൽ കാണിക്കാൻ പറ്റിയപ്പോൾ അതായത് ഈ കേരള സ്റ്റാർട്ടപ്പ് ഫെസ്റ്റ് ഇവന്റിനാട്ടോ നമ്മൾ പറയുന്നത്. ബിഗ് സ്ക്രീനിൽ കാണിച്ചു. അതായത് അത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ആ ഒരു സാധനം നമ്മൾ അങ്ങനെ കൊടുക്കുമെന്നൊന്നും. കാരണം നമ്മൾ ഷാന് നമ്മളോട് പറഞ്ഞു ചോദിച്ചു നോക്ക്, ഒരപ്പം തന്നെ ഓക്കെ പറഞ്ഞു നമ്മൾ കൊടുത്ത്. അതും അത്രയും ക്രൗഡിന്റെ ഇടയിലാണ് ആ ഒരു ട്രെയിലർ അവിടെ പബ്ലിഷ് ചെയ്തത്. അത് ഭയങ്കര അടിപൊളിയായി. പിന്നെ ഈ ഷൂട്ടിന്റെ അടുത്ത് കുറെ പ്രതിസന്ധികളായിരുന്നു, അത് നമുക്ക് പറയണ്ടേ? പ്രതിസന്ധികളാണ് അതായത് ഷൂട്ട് തുടങ്ങി ഫസ്റ്റ് നമ്മള് ലേറ്റ് ആയി. രാവിലത്തെ 6 മണി മുതൽ രാവിലെ നമുക്ക് നമ്മളെ സാധനം കുറച്ച് എക്യുപ്മെന്റ്സ് സാധനം സെറ്റായില്ല. എന്നാലും നമ്മളെന്ത് പിടിച്ചു നിർത്തി. പിന്നെ രാവിലെ നമ്മൾ എണീച്ച് സുബൈക്ക് 5 മണിക്ക് ഷാന്റെ ഫ്ലൈറ്റിൽ പോയി. എന്നിട്ട് നമ്മള് ഷാനെ വിളിക്കുന്നു, അതിന്റെ ഇടയിൽ ഷാ ഇറങ്ങണേനോ നമ്മൾ പള്ളിയിൽ പോയി. അങ്ങനെ ഷാന്ത് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് ഷാനെ നമ്മള് കിട്ടിയില്ല. ഷാനും ആകെ ഇതായി പേടിച്ച് ബാഗ് മറന്ന് അങ്ങനെ കുറെ സംഭവങ്ങൾ. പക്ഷെ അതൊന്നും ഷൂട്ടിനെ ബാധിച്ചില്ല സത്യം പറഞ്ഞാൽ. ടു ബി ഹോണസ്റ്റ് അതൊന്നും കണ്ടന്റിനോ പോഡ്കാസ്റ്റിനോ ബാധിച്ചില്ല. അതൊക്കെ അതിന്റെ ഇടയിൽ കൂടെ നൈസായിട്ട് നടന്നുണ്ട്. പിന്നെ കുറെ കാര്യങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ്ലി സംഭവിക്കുന്നതാണ്. ഇതിന്റെ മുന്നേ പോഡ്കാസ്റ്റ് പോലെ തന്നെ ഇതിന്റെ മുമ്പ് നമ്മൾ NH66 പോകാൻ വിചാരിച്ചോടത്തുനിന്നാണ് പിന്നെ പോഡ്കാസ്റ്റിൽ പറയുന്ന കണ്ടന്റിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ പോയി, മലബാർ ഗോൾഡ്. അതുപോലെ തന്നെ ഈ പോഡ്കാസ്റ്റിൽ നമ്മളാദ്യം എവിടെയും കാപ്പാട് തിക്കോടി ബീച്ച് വിചാരിച്ചോടത്തുനിന്നാണ് പോഡ്കാസ്റ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും അതും വേറെ എന്ന് പറയുന്നത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഏകദേശം 1 കിലോമീറ്റർ താഴത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റേയും ഈകോം ഹൗസ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപകാരമായി. അൺഎക്സ്പെക്റ്റഡ്ലി സംഭവിക്കുന്നതാണെങ്കിലും അതെല്ലാം കൊണ്ട് നമുക്ക് ഉപകാരമാവുകയാണ് ചെയ്തത്. പിന്നെ ഇതിൽ ഞാൻ ഇയാളോട് ചോദിക്കുന്നത്, ഇതിലെത്ര വ്യൂസ് എങ്ങനെയാണ് എനിക്ക് പ്രതീക്ഷിച്ചത്? ഞാൻ മുർഷിദ് ബാൻഡിഡോസ് എന്നുള്ള ഒരാളായതുകൊണ്ട് അത്യാവശ്യം എനിക്ക് എൻ്റെ ഒരു ഇതെന്താ വെച്ചാല് 100 ഇപ്പൊ നമ്മളെ വ്യൂസിനേക്കാളും മേലെ പോണം, റെക്കോർഡ് പോണം. കാരണം അത്രയും പോപ്പുലർ ആയിട്ടുള്ള ആളാണ്, സോഷ്യൽ മീഡിയയിൽ നിൽക്കണം. അതായത് യങ്സ്റ്റേഴ്സിന് ഏറ്റവും താല്പര്യമുള്ള ആളാണ്. എനിക്ക് ആ ഒരു പ്രതീക്ഷ ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കണത്, നിലവിലുള്ള നമ്മളൊരു ഗ്രോത്ത് ഉണ്ടല്ലോ നമുക്കറിയാലോ. പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വ്യൂസ് പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ ആയിട്ട് എങ്ങനെ പോവുക. എൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും വൈറൽ സംഭവം നടക്കുമ്പോൾ ആ പോഡ്കാസ്റ്റ് എപ്പിസോഡ് വൈറലാവുക. അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 1 hour കൊണ്ട് ഒരു 2000 വ്യൂസ് വന്നാൽ അത് തന്നെയാണ് 10 ദിവസം കഴിഞ്ഞാലും മെല്ലെ മെല്ലെ ഇങ്ങനെ പോവുക. അപ്പം നിലവിലുള്ള വ്യൂസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ 100K അടക്കുന്നില്ല. അപ്പോൾ കടക്കാതിരിക്കാം. പക്ഷെ അതും നമുക്കൊരു ലേണിങ്സ് ആണ്. നമുക്ക് ഈ അൽഗോരിതം എന്ന് പറയുന്നത് ചിലർ പറയും കാൽക്കുലേറ്റബിൾ ആണെന്ന്, പക്ഷെ ഞാൻ പറയാം അൺപ്രഡിക്റ്റബിൾ ആണെന്ന് തന്നെയാണ്. ശരിയാ.
നോക്കാം, നോക്കുക. പറയാൻ പറ്റൂല. അതെ അതെ നമ്മളിപ്പോ ഇതിന് മുന്നത്തെ പോഡ്കാസ്റ്റ് നമ്മള് 100K നമ്മള് പ്രതീക്ഷിച്ചില്ല. വിചാരിക്കുന്നില്ല. കറക്റ്റ് പക്ഷെ കറക്റ്റ്. ആ ഒരു ഇത് കണ്ടപ്പോ ഫാസ്റ്റ് ഫാസ്റ്റ് കണ്ടപ്പോ വ്യൂസിനെ കണ്ടപ്പോ നമ്മൾ എന്തായാലും 100K ആവുന്നുള്ള പ്രതീക്ഷിച്ചു. എന്നാലും നല്ല പോലെ വ്യൂസ് പോകുന്നുണ്ട്. ലാസ്റ്റത്തെ ഒരു 10-25 പോഡ്കാസ്റ്റ് വെച്ച് നോക്കിയാൽ നല്ല വ്യൂസ് പോകുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മളെ അദ്നാൻ, ഉം. നമ്മളെ വീഡിയോ എഡിറ്ററും ഉം. ആയിട്ടുള്ള അദ്നാനുണ്ട്. അദ്നാനും ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നു. കാരണം ഉം. അദ്നാനും ഷൂട്ട് ചെയ്യാനും ഉം. ബാക്കി കാര്യങ്ങളൊക്കെ അദ്നാനും ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. ഉം. അദ്നാൻ ഇപ്പം നമ്മളെ കൂടെ ഇല്ല. അതേപോലെ ഇതിന്റെ മുന്നത്തെ ഷൂട്ടിൽ നമ്മളെ ഡയറിന് ഗംഗദാസ് ഇവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ സ്ഥലത്തില്ലാത്ത കാരണം കൊണ്ട് അത് നമുക്കൊരു പ്രശ്നമാണ്. ആൾക്കാരെ കുറഞ്ഞു ആൾക്കാരെ കുറെ, എന്നാലും നമ്മൾ മാനേജ് ചെയ്ത്. ഫോൺ വെച്ചിട്ടും ക്യാമറ വെച്ചിട്ടും നമ്മൾ എന്ത് ചെയ്ത് സോൾവ് ചെയ്ത്. ചെയ്തു. പിന്നെ എനിക്കുള്ള ഒരു പേടി എന്താ വെച്ചാല്, എനിക്ക് ആകെയുള്ള ഒരു പേടി മുർഷിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. അതായത് മുർഷി ഇപ്പം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി, അല്ലെ യൂട്യൂബ് പോസ്റ്റ് ചെയ്യുന്ന ക്വാളിറ്റി നമുക്ക് കിട്ടുമില്ല. അതായത് നമുക്ക് ആ സാധനം വരുമില്ലെന്ന്. കാരണം കുറേ ഡിസോർഡർ ആയിട്ടാണ്. കാരണം ഇപ്പം ഷാൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഇവിടെ വെച്ചൊരു ഇരുന്ന് സംസാരിക്കും, ക്യാമറ ഷൂട്ട് ചെയ്യണമെന്നായിരുന്നു. ഇത് ക്യാമറൻ്റെ ഇതനുസരിച്ച് നമുക്ക് ആ ഹീറ്റാണ് പ്രശ്നം കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഫോണിൽ ഹാൻഡിൽ ചെയ്ത്. ഷാന് ഇപ്പോൾ ഞാൻ സത്യം പറയാം, ഈ ഒരു ക്വാളിറ്റിയും അതേപോലെ മൈക്കിൻ്റെ പ്രശ്നവും. ഇപ്പോൾ ഷാനും അതേപോലെ ഏറ്റവും കൂടുതൽ ടെൻഷൻ. ഷാന് ഇപ്പം പോഡ്കാസ്റ്റ് എഡിറ്റ് ചെയ്ത് എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ ഷാൻ അധികം നോക്കുന്നത് മൈക്കിൻ്റെ ഇതിലേക്കും അതേപോലെ ഗോപ്രോമൊക്കെ. കാരണം ഷാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനങ്ങ് നോക്കുന്നുണ്ട്. കാരണം അത് കൺഫേം ചെയ്യണം. കാരണം ഷാൻ പേടി. കാരണം എന്താ വെച്ചാൽ അത് നമുക്കും അറിയാം. നമ്മൾ പോഡ്കാസ്റ്റിലൊക്കെ ഓഫ് ആവുന്ന ഷാന് ഭയങ്കര ടെൻഷൻ. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഷാനിനോട് ചോദിച്ച് ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ ആണ്, പേടിക്കേണ്ട. അപ്പോൾ ഷാൻ കുറച്ച് സമാധാനം. പിന്നെ ഷാൻ കുറച്ച് കേട്ടോ കണ്ടാവില്ലല്ലേ പറഞ്ഞു. കാരണം ഓല് നല്ല എഫേർട്ട് എടുത്തിന്. ഒന്നാമത് ഈ ഗസ്റ്റിനെ കിട്ടാൻ നമ്മൾ ഗസ്റ്റിനായിട്ട് മാസങ്ങളോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിട്ടിയൊരു ആളുമാണ്. ഈ ഒരു ഷോട്ട് നമുക്ക് കിട്ടിയില്ലേ പിന്നെ മിസ്സായി. ശരിയാ. അല്ല, ഇതേ കൺസേൺ ആയിരുന്നു ഫസ്റ്റ് എപ്പിസോഡിൽ എനിക്കുണ്ടായിരുന്നത്. യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഓഫാവും എൻ്റെ മനസ്സ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം രണ്ടാൾക്കാർ സംസാരത്തിൽ കയറിയാൽ പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഈ ക്യാമറ ഓൺ ആണോ ഓഫാണോ നമുക്കറിയില്ല. ശരിയാണ്. ഈ ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കുള്ള ടെൻഷൻ വേറെ ഒന്നും ഉണ്ടായിന്. കാരണം ഡ്രോണ് ഞാൻ പറഞ്ഞിരുന്നു, ഡ്രോണ് സമയത്ത് എത്തില്ല. അതേപോലെ ക്യാമറ മുർഷിനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ഞാനേ ഡ്രോണ് ക്യാമറ ഇപ്പോൾ വരുമോ, ഡ്രോൺ ഇപ്പോൾ വരുമോ? അപ്പം ഞാൻ മുർഷിക്ക ഇപ്പോൾ വരും, പേടിക്കണ്ട. ഞാൻ മൂപ്പരെ കൺവിൻസ് ചെയ്ത് ഓക്കെ കുഴപ്പമില്ല പറയാം. അപ്പോൾ ഞാൻ പിന്നെ അവസാനം ഒരു റൗണ്ടൊക്കെ അടിച്ച് പോഡ്കാസ്റ്റിൻ്റെ ഇവിടെ എത്തി കഴിഞ്ഞാൽ എന്നോട് പിന്നെ ഡ്രോണ് ആറ്. അങ്ങനെ നമ്മളിവിടെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഡ്രോൺ എത്തി. ഷൂട്ടിൻ്റെ ഇടയിൽ കൂടെ ഡ്രോൺ അവിടുന്ന് പൊന്തി വരുന്നുണ്ട്. ഇവരവിടുന്ന് കൺട്രോൾ ചെയ്ത് സാധനം എന്തായാലും ആ ടൈമിൽ എത്തി, നമുക്ക് കിട്ടി. കാരണം അവരടിപൊളിയാകുമ്പോൾ. അപ്പോൾ ഈ മൊത്തത്തിൽ പിന്നെ പോഡ്കാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ റിവ്യൂ ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് എന്താ പറയുക, ഇത് ശരിക്കൊരു മൂപ്പരൊരു ലൈഫ് സ്റ്റോറിയാണ് ഒരു സിനിമ ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിപ്പോയി. അതിൽ കുറേ സംഭവം ഉണ്ട് നമ്മൾ ഈ എഡിറ്റ് ചെയ്തപ്പോൾ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു മോട്ടോർ സ്പോർട്സുകാരൻ്റെ ഒരു ലൈഫ് സ്റ്റോറി ഒന്നും മലയാളത്തിലാരും സിനിമ ആക്കിയിട്ടൊന്നുമില്ല. ഇല്ല. പിന്നെ ഇത്ര സ്റ്റോറി ഞാൻ വേറെ പോഡ്കാസ്റ്റിലോ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ബാക്കിയുള്ളതിലൊക്കെ ഒരു ഇതിനെ ഇതാക്കിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ നമ്മളത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ മൂപ്പര് നമ്മളായിട്ട് ഭയങ്കരമായി സഹകരിച്ചാണ്. പിന്നെ ആഫ്റ്റർ പോഡ്കാസ്റ്റ് റിലീസാണ് അന്നായാലും, അതായത് ഇപ്പം ഒരു ഇത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി തന്നെ പറയാലോ. ഇങ്ങനെ ഒരാള് ഇന്റെ ഒരു പേഴ്സണലി വരാം, ആള് ഇന്നെ വിളിച്ചിട്ട് എന്താ ബീറോള് വേണ്ടി പറഞ്ഞോ, ഞാൻ അയച്ചതാ. ഇല്ല അത് ഓൺ ടൈമിൽ ഇപ്പൊ അതായത് ലാസ്റ്റ് മുർഷിക കണ്ട, അതായത് റിവ്യൂ ചെയ്തത് 12 രാത്രി 12:30 അങ്ങനെ മൂപ്പര് ഇത് കാണുന്നത്. അങ്ങനെ മൂപ്പര് എനിക്ക് പിന്നെ പേഴ്സണലി മെസ്സേജ് എന്നോട് പറഞ്ഞു, ഞാൻ ഇത്ര കണ്ടിട്ടുള്ളൂ, ബാക്കി നാളെ രാവിലെ കണ്ടോളാം. ആയിക്കോട്ടെ കുഴപ്പമില്ല പറഞ്ഞു. കാരണം മൂപ്പര് അത്രയും ടൈം നമുക്ക് ആ ഒരു റിവ്യൂ ചെയ്യാൻ വെച്ച്, അത് ഭയങ്കര സന്തോഷമായി. കാരണം പിന്നെ അപ്പം തന്നെ ഇങ്ങനെ കുറേ ബീറോള് ഞാൻ ടൈം ഇട്ടിട്ട് ഇത് ഇവിടെയാണ് കൊടുക്കേണ്ടത്, ഞാൻ ഇതിൻ്റെ മാക്സിമം കൊടുത്ത്. പിന്നെ കുറച്ച് ടൈം ഇഷ്യൂ പിന്നെ കാരണം കൊണ്ട് കുറേ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട്. എന്നാലും നമ്മൾ അടിപൊളിയായിട്ടുണ്ട്. കാരണം അത് ശരിക്ക് ഈ നമ്മള്
നമ്മളിപ്പോ പറയുന്നുണ്ടല്ലോ, നമ്മൾ ഈ മീഡിയ മൂപ്പര് ഒരു 15 വർഷത്തെ മീഡിയാസ് അത് സ്റ്റോർ ചെയ്തതുകൊണ്ടാണ്. അതെ അതെ അത് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായി. നമ്മള് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ സംഗതികളും ഓരോ ഗസ്റ്റിന്റെ കൂടെയുള്ള ഫോട്ടോസ് എല്ലാം നമ്മൾ അത്രയും സൂക്ഷിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. Yes. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോ ഉദാഹരണം പറഞ്ഞപ്പോൾ ഷാനിനെ വെച്ച് പോഡ്കാസ്റ്റ് ചെയ്യാണ് വേറെ ആരെങ്കിലും ഒരാൾ ഒരു 20 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ ഉള്ള എല്ലാ കണ്ടന്റ്സും ഇനിയിപ്പോൾ യൂട്യൂബ് മാറി വേറെ പ്ലാറ്റ്ഫോം ആയാലും ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് ആ കാര്യങ്ങൾ. പിന്നെ ഇപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആഫ്റ്റർ റിലീസിന്റെ സമയത്തും സത്യം പറഞ്ഞാല് അതെ, ഒന്നാമത് ഈ ഭയങ്കര സൈസുള്ള ഫയലാ. ഇപ്പോൾ ഞാനും ഗംഗദാസ് എൻ്റെ തലേന്ന് റോക്കറ്റ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് കുറെ കഷ്ടപ്പെട്ടു. ഞാൻ ഓന്റെ ലാപ്പിലിട്ട് ഇന്റെ ലാപ്പിലിട്ട് 7 മണിക്കൂറൊക്കെ കാണിക്കണേ. ഭയങ്കര ടെൻഷന് എന്താ ഇപ്പൊ ചെയ്യുക. കാരണം ഒന്നാമത് അത്ര ലേറ്റ് ആയത്, അതിൽ കുറച്ച് ഭാഗങ്ങള് കട്ട് ചെയ്യേണ്ടതൊക്കെ ഉണ്ടായതുകൊണ്ട് ഇത് ലേറ്റ് ആയത്. അതില് അല്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് 5 മണിയാകുമ്പോൾ ഞാൻ ഇ-കോമേഴ്സിൽ നിന്ന് ഇറങ്ങി ഞാൻ വേറെ അടുത്തന്നെ ലാപ്പിൽ പോയി എടുത്ത് എക്സ്പോർട്ട് ചെയ്ത് സാധനം കൊടുത്ത് പിന്നെ ഇത് ഫൈനൽ ഔട്ട് എടുക്കണ്ടേ. ഫൈനൽ ഔട്ട് എന്തായാലും 6 മണിക്കൂർ 5 മണിക്കൂറൊക്കെ കാണിക്കണേ. ആകെ ടെൻഷനായി. അങ്ങനെ കുറേ സംഭവങ്ങൾ അന്ന് നടന്ന് ഫൈനലി ആ സാധനം റിലീസായി. എന്നാലും കുറച്ച് സാധനങ്ങൾ അതിൽ മിസ്സായും ചെയ്ത് കുറച്ച് കണ്ടന്റും കാര്യങ്ങളൊക്കെ എന്നാലും ഓക്കെയാണ്. എനിക്ക് അന്നത്തെ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടാവല്ലോ. അന്ന് സംഭവിച്ചേലേ എനിക്ക് ഇത് നോർമലാണ്. അങ്ങനെയല്ല, ഞാൻ കുറെ പോഡ്കാസ്റ്റ് ചെയ്തതുകൊണ്ട് ലാസ്റ്റ് സമയത്ത് എന്ത് സംഭവിക്കും അത്, പക്ഷെ അതൊക്കെ ഞാൻ മാനേജ് ചെയ്യണ്ട. അതൊരു ആക്ച്വലി എനിക്ക് ഒരു നല്ലൊരു സ്കില്ല്, അതായത് പ്രഷർ സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സ്കില്ല് ഇങ്ങനെ പഠിച്ചു വരുന്നുണ്ട്. ഇനിയും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്കതില്ലായിരുന്നു ടു ബി ഓണസ്റ്റ് പറഞ്ഞാൽ. എന്താ അറിയില്ല. പിന്നെ ഇതിൽ എനിക്ക് മനസ്സിലായി, എനിക്ക് കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ ഭയങ്കര ഇങ്ങനത്തെ മുർഷിദ് ആൻഡ്രോയിഡ്സ് എന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആളും ഇവരൊക്കെ കുറെ കൊല്ലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അപ്പം ഇവരൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇതിന്റെ വില മനസ്സിലായത്. അപ്പോൾ ഇവരൊക്കെ ട്രസ്റ്റ് ആണെന്ന് പറയും. ഇവരൊക്കെ അത്രയും മൂപ്പര സാധനങ്ങൾ വാങ്ങി ഭയങ്കര റൈഡേഴ്സ് അവരൊക്കെ. അപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഒരു വില ആക്ച്വലി മനസ്സിലായത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഞാൻ അത്ര എക്സൈറ്റഡ് അല്ലായിരുന്നു. തുറന്നു പറയാന്ന് വെച്ചാല് ഷാന് നമുക്ക് അങ്ങനെ ഒരു അവസരം തരും. അതായത് ഡയറക്റ്റ് ഗസ്റ്റുകളായിട്ട് നമ്മൾ തന്നെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ തന്നെ ഇതാക്കാനുള്ളത് തന്നുകൊണ്ട് എന്താണ് നമുക്ക് അത് ഭയങ്കര സംഭവം. അത് ഞാൻ ഷാനോട് പറയും, ചില വലിയ ഗസ്റ്റൊക്കെ നിങ്ങൾ എന്നെ ഹാൻഡിൽ ചെയ്താൽ പോരെ. ഞാനും പറഞ്ഞു തലേന്ന് നിങ്ങളൊന്ന് മുർഷിക്കൊക്കെ വിളിച്ചതെന്ന് പറയോ എന്നെ വിളിച്ചതാണ്. ഞാൻ അങ്ങനെ വിളിക്കും. മൂപ്പർക്ക് എന്താ തോന്നുന്നു ഒന്നും പോകല വിളിക്ക് ഒരു കുഴപ്പമില്ല. പോയാലിട്ട് ചാടിക്കായി നമ്മളങ്ങ് നിന്ന് പഠിച്ചോളൂ. സത്യം അതായത് അടിപൊളിയായി. അതെ സത്യം. ഇതൊക്കെയാണ് കാര്യങ്ങളല്ലേ. അപ്പൊ നമ്മിനി ജിമ്മ് പോകാണ്ട് പരിപാടികൾ നിർത്തുക. ഓക്കെ.